ഗൾഫിലെവിടെയോ ഒരു യുദ്ധം തുടങ്ങുന്നു. പക്ഷേ അതിന്റെ അലയൊലികൾ ഇവിടെ ഇന്ത്യയിലെ നമ്മുടെയൊക്കെ വീടുകളിലെത്തുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കേൾക്കുമ്പോൾ കുറച്ച് അതിശയോക്തിയായി തോന്നാം, അല്ലേ? പക്ഷേ സംഭവം സത്യമാണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ളൊരു പ്രശ്നം നമ്മുടെ പോക്കറ്റിന് വരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം. ദാ ഈയൊരു വാചകം കേട്ടു നോക്കൂ. അവിടെ ബോംബുകൾ വീണാലും അതിന്റെ പ്രകമ്പനങ്ങൾ ഇവിടെ എത്തുന്നു. ഇതിലുണ്ടെല്ലാം. ഇത് വെറുമൊരു സാമ്പത്തിക വിശകലനമോ കണക്കുകളോ അല്ല. ഗൾഫിൽ നടക്കുന്ന ഓരോ ചെറിയ കാര്യവും ഇവിടെ ഇന്ത്യയിലെ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ എത്ര ആഴത്തിൽ ബാധിക്കുന്നു എന്നതിന്റെ ഒരു നേർസാക്ഷ്യമാണിത്. അപ്പോ ഈ ബന്ധം എത്രത്തോളം വലുതാണെന്നറിയാമോ? ഈ ഒരു സംഖ്യ മാത്രം നോക്കിയാൽ മതി. 1 കോടി. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഏതാണ്ട് 1 കോടി ഇന്ത്യക്കാരാണ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. ഇതൊരു ചെറിയ സംഖ്യയല്ല, അല്ലേ? ഇന്ത്യയെയും ഗൾഫിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ മനുഷ്യച്ചങ്ങല തന്നെയാണിത്. ഇനി ഇവർ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ കാര്യം, അത് കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും. പ്രതിവർഷം $130 ബില്യൺ, അതായത് ഏകദേശം 10 ലക്ഷം കോടി രൂപ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ തുക എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ രാജ്യം ഒരു വർഷം പെട്രോളും ഡീസലുമൊക്കെ വാങ്ങാനായി ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ വിലയുണ്ടല്ലോ, ഏതാണ്ട് അത്രയും വരുമിത്. അപ്പോ ഓർത്തു നോക്കൂ, എത്ര വലിയൊരു സാമ്പത്തിക ശക്തിയാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ പണമൊരു ജീവനാഡിയാണെന്ന്. അതെ, ഗൾഫിൽ നിന്നുള്ള ഈ പണമൊഴുക്കെന്ന് പറയുന്നത് വെറുമൊരു വരുമാന സ്രോതസ് മാത്രമല്ല. സത്യം പറഞ്ഞാൽ അത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന ഒരു പ്രധാന തൂണ് തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം സാമ്പത്തിക വളർച്ച, അതായത് GDPയുടെ ഒരു 3.5% വരും ഈ പണം. കേൾക്കുമ്പോൾ ഒരുപക്ഷേ ഇതൊരു ചെറിയ ശതമാനമല്ലേ എന്ന് തോന്നാം. പക്ഷേ അങ്ങനെ കരുതരുത്. രാജ്യത്തിന്റെ സാമ്പത്തിക ബാലൻസ് തെറ്റാതെ നോക്കുന്നതിൽ ഈ 3.5%-ന് വളരെ വലിയൊരു പങ്കുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഈ പണം ഏറ്റവും കൂടുതൽ എത്തുന്നത് എങ്ങോട്ടേക്കാണ്? പ്രധാനമായും കേരളം, ഉത്തർപ്രദേശ്, ബീഹാർ, തമിഴ്നാട്, ഈ സംസ്ഥാനങ്ങളിലേക്കാണ്. ഇവിടുത്തെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ അവരുടെ ദൈനംദിന കാര്യങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ആശ്രയിക്കുന്നത് ഗൾഫിൽ നിന്ന് വരുന്ന ഈ പണത്തെയാണ്. നമുക്കേറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കേരളത്തിന്റെ കാര്യം തന്നെ എടുക്കാം. ഇവിടെ ഏതാണ്ട് 4 വീടെടുത്താൽ അതിലൊന്നില് ഉറപ്പായും ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളുണ്ടാകും. ഒന്ന് ഓർത്തു നോക്കൂ. ഓരോ മാസവും 1600 കോടിയിലധികം രൂപയാണിങ്ങനെ കേരളത്തിലേക്ക് മാത്രം എത്തുന്നത്. ഇവിടുത്തെ ചെറിയ കടകൾ മുതൽ വലിയ കച്ചവടങ്ങൾ വരെ സാധാരണക്കാരുടെ ജീവിതം മുന്നോട്ടു പോകുന്നത് തന്നെ ഈ ഒരു പണമൊഴുക്കിന്റെ ബലത്തിലാണ്. അപ്പോ ഇത്രയും വലിയൊരു താങ്ങും തണലുമായി നിൽക്കുന്ന ഈ പണമൊഴുക്കിന് ഒരു യുദ്ധം ഭീഷണിയായാൽ എന്ത് സംഭവിക്കും? അതാണ് നമ്മൾ ചോദിക്കേണ്ട പ്രധാന ചോദ്യം. അവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ എന്തൊക്കെയായിരിക്കും അതിന്റെ പ്രത്യാഘാതങ്ങൾ? ഇതിനെപ്പറ്റി ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷനിലെ ഹർഷ് പന്ത് പറയുന്നൊരു കാര്യമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗൾഫിലുള്ള ഒരുപാട് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന്റെ പേടിയേക്കാൾ വലുതാണ് നാട്ടിൽ തങ്ങളുടെ കുടുംബം പട്ടിണിയിലാകുമോ എന്ന ഭയം. ആ ഒരു കാരണം കൊണ്ട് മാത്രം പലരും ജീവൻ പണയം വെച്ച് ആ അപകടസാധ്യതയുള്ള സ്ഥലങ്ങളിൽ തന്നെ തുടരുകയാണ്. ഇവിടെയാണ് വളരെ രസകരമായ, അല്ലെങ്കിൽ നമുക്ക് തോന്നാവുന്ന ഒരു വിരോധാഭാസത്തിലേക്ക് നമ്മൾ വരുന്നത്. സാധാരണഗതിയില് ഒരു യുദ്ധം തുടങ്ങുമ്പോൾ നാട്ടിലേക്കുള്ള പരമൊഴുക്ക് കുറയുമെന്നല്ലേ നമ്മൾ കരുതുക. പക്ഷേ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. ആദ്യഘട്ടത്തിൽ പണമൊഴുക്ക് കൂടുകയാണ് ചെയ്യുക. ഇതിനെയാണ് സാമ്പത്തിക വിദഗ്ധർ റെമിറ്റൻസ് പാരഡോക്സ് എന്ന് പറയുന്നത്. ശരി, അപ്പൊ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇതിന് പ്രധാനമായും 2 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം, അതായത് ഷോർട്ട് ടേമില് യുദ്ധം തുടങ്ങുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ തന്നെ അവിടെയുള്ള ആളുകൾക്കൊരു പേടി വരും. ഇനി എന്ത് സംഭവിക്കുമെന്നറിയില്ല. കയ്യിലുള്ള പണം സുരക്ഷിതമായി വീട്ടിലെത്തട്ടെ എന്ന് കരുതി അവരവരുടെ സമ്പാദ്യം മുഴുവൻ വേഗം നാട്ടിലേക്ക് അയക്കും. ഇത് കാരണം പണമൊഴുക്കിൽ പെട്ടെന്നൊരു കുതിച്ചുചാട്ടം കാണാം. ഏകദേശം ഒരു 20-30% വർധനവ്. പക്ഷേ ഇനിയാണ് രണ്ടാമത്തെ ഘട്ടം, ലോങ് ടേം. യുദ്ധം നീണ്ടുപോയാലോ? അപ്പോൾ പിന്നെ ജോലിയില്ലാതാവും, കമ്പനികൾ അടച്ചുപൂട്ടും, ശമ്പളം കിട്ടില്ല. അങ്ങനെ പതിയെ പതിയെ നാട്ടിലേക്കുള്ള പണമൊഴുക്ക് വറ്റിവരണ്ടു പോകും. ഇതൊരു വെറും തിയറി മാത്രമല്ലാട്ടാ. നമുക്ക് ചരിത്രത്തിൽ നിന്ന് തന്നെ ഒരു ഉദാഹരണമുണ്ട്. 1990കളിലെ ഗൾഫ് യുദ്ധം പലർക്കും ഓർമ്മയുണ്ടാകും. അന്ന് ഏതാണ്ട് 1,70,000 ഇന്ത്യക്കാരെയാണ് അടിയന്തരമായി നാട്ടിൽ തിരിച്ചെത്തിച്ചത്. എന്തായിരുന്നു അതിന്റെ ഫലം? ഇന്ത്യയിലേക്കുള്ള പണമൊഴുക്ക് ഒറ്റയടിക്ക് താഴേക്ക് പോയി. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ അന്ന് നേരിട്ടത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയാണ്. അപ്പോ ഈ പറയുന്ന ദീർഘകാല അപകടം വെറുമൊരു സാധ്യതയല്ല,
മുൻപ് സംഭവിച്ച ഇനിയും സംഭവിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു സംഘർഷം തുടങ്ങി. അത് പെട്ടെന്നൊന്നും തീരുന്നില്ലെങ്കിലോ? അതാണ് നമ്മൾ ഏറ്റവും പേടിക്കേണ്ട കാര്യം. നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം നമ്മുടെ സമ്പദ്വ്യവസ്ഥയിലുണ്ടാക്കുന്ന ആഴത്തിലുള്ള മുറിവുകളെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് യുദ്ധത്തിന്റെ ദൈർഘ്യം ഒരു നിർണായക ഘടകമാകുന്നത്. നോക്കൂ, ഒരു സംഘർഷം ഏതാനും ആഴ്ചകൾ കൊണ്ട് അവസാനിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പണമൊഴുക്കിൽ ഒരു 5% കുറവേ ഉണ്ടാവുകയുള്ളൂ. അത് നമുക്കൊരുപക്ഷെ സഹിക്കാൻ പറ്റും. പക്ഷേ ആ യുദ്ധം 3 മാസമോ അതിൽ കൂടുതലോ നീണ്ടുപോയാലോ? അപ്പോൾ കഥ മാറും. പണമൊഴുക്കിൽ ഏതാണ്ട് 30% ഇടിവുണ്ടാകാം. അതൊരു ചെറിയ അടിയല്ല. നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ പിടിച്ചുലയ്ക്കുന്ന വലിയൊരാഘാതം തന്നെയായിരിക്കുമത്. അപ്പൊ ഈ കണക്കുകളൊക്കെ സാധാരണ കുടുംബങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ചിന്തിച്ചു നോക്കൂ. കുടുംബത്തിന്റെ പ്രധാന വരുമാനം ഒറ്റയടിക്ക് നിലയ്ക്കുന്നു. കുട്ടികളുടെ പഠിപ്പ് മുടങ്ങുന്നു. അസുഖം വന്നാൽ നല്ല ചികിത്സ കൊടുക്കാൻ പണമില്ലാതാകുന്നു. കടം വാങ്ങി കൂട്ടേണ്ടി വരുന്നു. നാട്ടിലെ കടകളിൽ കച്ചവടം കുറയുന്നു. പണി തുടങ്ങിവെച്ച വീടുകൾ പാതി വഴിയിൽ നിന്നുപോകുന്നു. ഇതിനെല്ലാം അപ്പുറം ഓരോ വീട്ടിലും ഒരുതരം ആശങ്കയും ഒരുപാട് സ്വപ്നങ്ങൾ തകർന്നു പോയതിന്റെ വേദനയും മാത്രം ബാക്കിയാകുന്നു. അപ്പോ ചുരുക്കി പറഞ്ഞാ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് അപകടത്തിലാകുന്നത്? ഇന്ത്യയുടെ ഈയൊരു സാമ്പത്തിക ആശ്രിതത്വം എത്രത്തോളം ദുർബലമാണെന്ന് നമുക്കൊന്ന് ഒറ്റ നോട്ടത്തിൽ പരിശോധിക്കാം. അപ്പോ ഈ ടേബിൾ നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും. തുടക്കത്തിൽ പണമൊഴുക്ക് കൂടുന്നത് കാണുമ്പോൾ നമുക്കൊരു താൽക്കാലിക ആശ്വാസം തോന്നിയേക്കാം. പക്ഷെ അതൊരു മരീചിക മാത്രമാണ്. യഥാർത്ഥത്തിൽ അത് വരാനിരിക്കുന്ന വലിയൊരു അപകടത്തിന്റെ സൂചനയാണ്. ജോലി നഷ്ടപ്പെടുന്നതും വരുമാനമില്ലാതാകുന്നതും കുടുംബങ്ങൾ പ്രതിസന്ധിയിലാകുന്നതും ഇതൊക്കെയാണ് ഒരു നീണ്ട യുദ്ധത്തിന്റെ യഥാർത്ഥ മുഖം. അതാണ് നമ്മൾ നേരിടേണ്ടിവരുന്ന യാഥാർത്ഥ്യം. അതുകൊണ്ട് അവസാനം ഒരൊറ്റ ചോദ്യം മാത്രം ബാക്കിയാവുകയാണ്. ഒരു യുദ്ധം നടക്കുന്ന മേഖലയിലൂടെ കടന്നുപോകുന്ന ഒരു രാജ്യത്തിന്റെ ജീവനാഡി എന്ന് നമ്മൾ വിശേഷിപ്പിച്ച ഈ സാമ്പത്തിക ബന്ധത്തെ നമുക്കെങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കും? ഇത് ഏതെങ്കിലും സർക്കാരോ വിദഗ്ധരോ മാത്രം ചിന്തിക്കേണ്ട കാര്യമല്ല. കാരണം ലോകത്തിന്റെ ഒരറ്റത്ത് നടക്കുന്നൊരു സംഭവം മറ്റൊരറ്റത്ത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കാം എന്നതിന്റെ ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തലാണിത്. എത്ര ദുർബലമാണീ ബന്ധങ്ങൾ, അല്ലേ?